Hi everyone, welcome back to Wisdom Academy classes. So we are back with yet another session of statistics starter, which is median. അപ്പോൾ മീനും മോഡും നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മീഡിയൻ എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ് എടുക്കാൻ പോകുന്നത്. ഈ മൂന്ന് ടോപ്പിക്കും വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. മീൻ ആയാലും മോഡായാലും മീഡിയൻ ആയാലും എപ്പോഴും റിപ്പീറ്റേഷൻ ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പ്രാവശ്യം മീനാണെങ്കിൽ പിന്നെ പ്രാവശ്യം മോഡാവാം, ചിലപ്പോൾ മീഡിയൻ ആവാം. ഓക്കെ, അതേമാതിരി തന്നെ മിസ്സിംഗ് ഫ്രീക്വൻസീസ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്, അതൊക്കെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നന്നായി തന്നെ പഠിക്കുക. നന്നായി പഠിച്ചു കഴിഞ്ഞാൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. ഓക്കെ, so median of grouped data is given by the equation L plus n/2 minus CF divided by F into H. ഈ ഒരു ചാപ്റ്ററിൽ ആകെ ബുദ്ധിമുട്ടെന്ന് പറയാനുള്ളത് മീനിൽ ഒരു 3 ഫോർമുല പഠിക്കാനുണ്ട്, മോഡിൽ ഒരു ഫോർമുല പഠിക്കാനുണ്ട്, മീഡിയനിൽ ഒരു ഫോർമുല പഠിക്കാനുണ്ട്. മൊത്തം ഒരു 5 ഫോർമുലാസ് നിങ്ങൾ കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ചു വെക്കണം. കൺഫ്യൂഷൻ ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാൽ പോലും നിങ്ങളൊരു ഫോർമുല ബുക്ക് അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്ക് എടുത്തിട്ട് കുറച്ച് പ്രാവശ്യം ഇങ്ങനെ പഠിക്കുക, എഴുതി പഠിക്കുക. എങ്ങനെയാണ് നിങ്ങൾക്ക് സൗകര്യം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ പഠിക്കുക, തെറ്റാണ്ട് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, അപ്പോൾ സോ മീഡിയൻ is given by L plus n/2 minus CF divided by F into H. മാക്സിമം പേർക്കും തെറ്റുന്നത് മോഡും മീഡിയൻ്റെയും ഇക്വേഷൻസ് തമ്മിലാണ്. അപ്പം മീഡിയനിൽ n എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാരാമീറ്റർ ഉണ്ടായിരിക്കും എന്ന് ഓർത്ത് വയ്ക്കാം. മോഡിലാവുമ്പോൾ ഫ്രീക്വൻസീസ് ടേംസിലാണ് ഇക്വേഷൻ എന്നുള്ള എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. മീഡിയനും മോഡും തമ്മിലാണ് മിക്കവർക്കും തെറ്റാൻ സാധ്യത കൂടുതൽ. അപ്പം എങ്ങനെയെങ്കിലും നിങ്ങൾക്ക് അത് എന്ത് ചെയ്യുക, ഒന്ന് പഠിച്ചു വയ്ക്കുക. ഓക്കെ, ബിക്കോസ് മോഡിലായാലും എല്ലും എച്ച് ഒക്കെ ഉണ്ട്, ആകെ ഒരു സെൻറ്റർ പോർഷൻ മാത്രമാണ് വ്യത്യാസം വരുന്നത്. അതുകൊണ്ടാണ് അത് കൺഫ്യൂഷൻ ആവും എന്ന് പറഞ്ഞിട്ടുള്ളത്. സോ എച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് സൈസ് ആണ്, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോവർ ലിമിറ്റ് ഓഫ് മീഡിയൻ ക്ലാസ് ആണ്, എഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീക്വൻസി ഓഫ് മീഡിയൻ ക്ലാസ് ആണ്, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഒബ്സർവേഷൻസ് ഉണ്ട് എന്നുള്ള ദാറ്റ് ഇസ് സിഗ്മ FI തന്നെയായിരിക്കും. അതായത് ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് ടേം, ഫ്രീക്വൻസി ഏറ്റവും സമ്മീത് എഴുതുന്നത്. ഓക്കെ, CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ്. അതായത് ഇത് മാത്രമാണ് നിങ്ങൾക്ക് ഇതുവരെ കണ്ടുപരിചയമില്ലാത്തൊരു വാക്ക്, CF, അതായത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി. അതിപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇത് അറിഞ്ഞു വെച്ചാൽ മതി. CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആണ്. ബാക്കിയുള്ളത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ പറഞ്ഞുതരാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഈ ഒരു ഫോർമുല പഠിച്ചു വയ്ക്കുക, ഈ ഓരോരോ കാര്യങ്ങൾ എന്താണെന്നുള്ളതും അറിഞ്ഞു വയ്ക്കുക. നെക്സ്റ്റ് നമുക്ക് ഇതിൽ നിന്ന് ഇനി വേറെ എക്സ്പ്ലനേഷനും കാര്യങ്ങളൊന്നും തരാനില്ല, ഡയറക്റ്റ് നമ്മൾ എക്സസൈസിലേക്ക് കടക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, സോ ദിസ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. മൂന്നാമത്തെ എക്സസൈസിൽ, അതായത് മീഡിയ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടോപ്പിക്കിലെ എക്സസൈസിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഈ ക്വസ്റ്റ്യനിൽ ഈവൻ ദോ മീനും മോഡൊക്കെ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും മീൻ മോഡൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ എങ്ങനെയാണെന്നുള്ളത് ഡിസ്കസ് ചെയ്തത് കൊണ്ട് തന്നെ നമ്മൾ മീഡിയൻ്റെ പാർട്ട് മാത്രമാണ് ഇവിടെ സോൾവ് ചെയ്തെടുക്കുന്നത്. മീനും മോഡും നിങ്ങൾ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക, കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് വെരിഫൈ ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, ഒരിക്കലും മൂന്നെണ്ണമൊക്കെ ഒരുമിച്ച് ഒരു ക്വസ്റ്റ്യനിൽ ചോദിക്കില്ല എന്തായാലും, കാരണം അത്രയും ടൈം കൺസ്യൂമിങ് ആണ്. അതുകൊണ്ട് അത്രയും ഒന്നും ചോദിക്കാൻ സാധ്യതയില്ല. 2 മാക്സിമം ചോദിക്കാം. അതിപ്പോൾ ചിലപ്പോൾ മീഡിയൻ മീനാവാം, അല്ലെങ്കിൽ മീഡിയൻ മോഡാവാം, എന്ത് വേണമെങ്കിലും ആവാം. അപ്പോൾ എന്തായാലും എല്ലാ കാര്യങ്ങളും സെപ്പറേറ്റ് ആയിട്ട് പഠിച്ചു വയ്ക്കുക. ഇൻ കേസ് എല്ലാം കൂടെ ക്ലബ് ചെയ്ത് ചോദിക്കുകയാണെങ്കിലും ഓരോന്നോരോന്നായിട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാലോ, അത് ചെയ്താൽ മതി കേട്ടോ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആദ്യം മീഡിയൻ്റെ കേസിൽ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഒരു കോളം നമ്മൾ ആദ്യം ഇവിടെ കൺസ്ട്രക്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ നമുക്ക് ഫ്രീക്വൻസിയുടെ കോളമാണ് തന്നിട്ടുള്ളത്. ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ കോളം നമ്മൾ കൺസ്ട്രക്ട് ചെയ്യണം. ടെക്സ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളതെടുത്ത് സൈഡിൽ വയ്ക്കുക. The following frequency table gives the monthly consumption of electricity of 68 consumers of a locality. അതായത് ഒരു ലൊക്കാലിറ്റിയിൽ 68 കൺസ്യൂമേഴ്സിൻ്റെ ഇലക്ട്രിസിറ്റി കൺസംഷൻ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, find the median, mean and mode of the data and compare them എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പം മീഡിയൻ്റെ സെക്ഷനാണ് ഇപ്പോൾ നമ്മളിവിടെ അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, 68 ഫാമിലീസിൻ്റെ
ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് 68 ആണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അതായത് ഫ്രീക്വൻസിയുടെ കോളത്തിൽ ഏറ്റവും 68 എന്നാണ് ലാസ്റ്റ് വാല്യൂ എന്നുണ്ടെങ്കിൽ അത് ആക്ച്വലി ഫ്രീക്വൻസി ആയിരിക്കില്ല തന്നിട്ടുണ്ടാവുക, ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരിക്കും തന്നിട്ടുണ്ടാവുക. ആ ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ നമ്മുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്, അത് നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. ഇതിപ്പോൾ ഫ്രീക്വൻസിയാണ്, ഫ്രീക്വൻസി ചെറിയ ചെറിയ വാല്യൂസ് ആയിരിക്കും. പിന്നെ ഫ്രീക്വൻസിയുടെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ഒരിക്കലും 68 വരില്ല. അങ്ങനെ 68 വരികയാണെങ്കിൽ അത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ആയിരുന്നേനെ കേട്ടോ. ഓക്കെ, ഇനി ഫ്രീക്വൻസിയിൽ നിന്ന് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ, ആദ്യം ഫ്രീക്വൻസിയുടെ ആദ്യത്തെ ഈ നമ്പർ എഴുതി വെക്കാം. ദാറ്റ് ഈസ് 4 തന്നെ എഴുതി വെക്കാം. നെക്സ്റ്റ് 4ന്റെ കൂടെ ഈ 5 ആഡ് ചെയ്യാം. ദാറ്റ് ഈസ് 4 + 5 ഇറ്റ് ഈസ് 9 അല്ലേ. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടത്? നെക്സ്റ്റ് 9 + 13 എത്രയാണ്? 9 + 13. ഇങ്ങനെ ഡയഗണലി നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്യുക. 9 + 13 ഇറ്റ് ഈസ് 22. 22 + 20 എത്രയാണ്? 22 + 20 ഇറ്റ് ഈസ് 42. 42ന്റെ കൂടെ 14 ആഡ് ചെയ്യുകയാണെങ്കിൽ 6, 56. 56ന്റെ കൂടെ 8 ആഡ് ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ഈസ് 64. 64ന്റെ കൂടെ 4 ആഡ് ചെയ്യുകയാണെങ്കിൽ 68. നിങ്ങൾ ചെയ്തു വന്നത് കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഈ 68 തന്നെയായിരിക്കും ആ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള വാല്യൂ അല്ലേ. 68 തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മളുടെ കറക്റ്റ് ആണ്. നമുക്ക് ലാസ്റ്റ് ഫൈനൽ വാല്യൂ എന്താ കിട്ടിയത്? 68 ആണ് കിട്ടിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. തെറ്റാണ്ടിരിക്കാൻ 1-2 ക്വസ്റ്റ്യനൊക്കെ ഇങ്ങനെ തന്നെ വരച്ച് ചെയ്തോളൂ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ 4 അങ്ങനെ തന്നെ എടുത്തെഴുതി ഇങ്ങനെ സിക്സാക് മാനറിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ആഡ് ചെയ്ത് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? നമ്മളുടെ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കണം, അതേമാതിരി L കണ്ടുപിടിക്കണം, n/2 കണ്ടുപിടിക്കണം, എല്ലാം കണ്ടുപിടിക്കണം അല്ലേ. സോ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇറ്റ് ഈസ് സിംപ്ലി σFi. ഇപ്പോൾ σFi എന്താണ്? നമ്മുടെ ഫ്രീക്വൻസി എല്ലാം ആഡ് ചെയ്തിട്ട് കിട്ടിയിട്ടുള്ള വാല്യൂ ആണ് 68. ദാറ്റ് ഈസ് 68. സോ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? അപ്പോൾ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CF കോളത്തിലെ ഏറ്റവും ലാസ്റ്റ് വാല്യൂ ആണ് ഈ n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ n/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 68/2 ദാറ്റ് ഈസ് 34. ഓക്കെ, അപ്പോൾ n/2 നമുക്ക് 34 ആണെന്ന് കിട്ടി. ഇനി CF കോളത്തിൽ കേട്ടോ പറയുന്നത് ശ്രദ്ധിക്കണം, 34നേക്കാളും തൊട്ട് മുകളിൽ കിടക്കുന്ന വാല്യൂ, ഒരുപാട് മുകളിലല്ല, തൊട്ട് മുകളിൽ 34 കഴിഞ്ഞ് തൊട്ട് മുകളിൽ കിടക്കുന്ന വാല്യൂ ഏതാന്ന് നോക്കുക. ഏതിലാണ്? CF കോളത്തിൽ കേട്ടോ. CF കോളത്തിൽ 34നേക്കാളും തൊട്ട് മുകളിൽ കിടക്കുന്ന വാല്യൂ ഏതാണ്? 42 ആണ് അല്ലെ. തൊട്ട് മുകളിൽ 56, 64, 68 ഒക്കെ ഉണ്ട്, പക്ഷെ അതൊക്കെ വല്ലാണ്ട് കൂടിപ്പോയി. 34ന് തൊട്ട് മുകളിൽ, ജസ്റ്റ് ആഫ്റ്റർ 34 ദാറ്റ് ഈസ് 42. അപ്പോൾ 42 എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാല്യൂ, ആ ഒരു കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു റോ നമ്മൾ എന്ത് ചെയ്യുന്നു? റൗണ്ട് ഓഫ് ചെയ്ത് വയ്ക്കുന്നു. ഓക്കെ, അപ്പോൾ 42 ഉള്ള ആ ഒരു റോ നമ്മൾ എന്ത് ചെയ്യുന്നു? റൗണ്ട് ഓഫ് ചെയ്യുന്നു. സോ ദിസ് ഈസ് അവർ മീഡിയൻ ക്ലാസ്. അപ്പോൾ മീഡിയൻ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് 125 to 145. നെക്സ്റ്റ് L എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 125 ആണ്. H എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ തമ്മിലുള്ള വിഡ്ത്ത് എത്രയാണ്? 20 ആണ്. സോ വി ഗോട്ട് ഇറ്റ്. n/2 നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി CF നിങ്ങൾ ഒരിക്കലും 42 എഴുതരുത്. ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി ഓഫ് ദ ക്ലാസ് പ്രിസീഡിങ് ദ മീഡിയൻ ക്ലാസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഈ ഒരു മീഡിയൻ ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തെ ക്ലാസ്സിൻ്റെ ക്യൂമുലേറ്റീവ് ഫ്രീക്വൻസി അത് എത്രയാണ്? 22 ആണ്. ഫ്രീക്വൻസി എടുക്കുമ്പോൾ നിങ്ങൾ മീഡിയൻ ക്ലാസ്സിൻ്റെ ഫ്രീക്വൻസി തന്നെ എടുക്കണം കേട്ടോ. ദാറ്റ് ഈസ് 20. അപ്പോൾ മീഡിയൻ ക്ലാസ് കണ്ടുപിടിക്കാൻ മാത്രമായിട്ടാണ് നമ്മൾ ഈ ഒരു n/2നേക്കാളും തൊട്ട് മുകളിലുള്ള വാല്യൂ 42 അത് റൗണ്ട് ഓഫ് ചെയ്യുന്നു. എല്ലാ പാരാമീറ്റേഴ്സും ഇതിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. CF മാത്രം നമ്മൾ അതിൻ്റെ തൊട്ട് മുകളിലത്തെ റോ വേണം എടുത്തെഴുതാനായിട്ട്. തെറ്റിക്കരുത്, തെറ്റാൻ സാധ്യതയുണ്ട്. നമ്മൾ ടെൻഷനിൽ ചെയ്യുമ്പോൾ ഇതൊക്കെ നമ്മളുടെ മനസ്സിൽ നിന്ന് മറന്നു പോകും. അപ്പം അത്രയും ചെയ്ത് പഠിച്ചാൽ മാത്രമേ ഇത് നമ്മളുടെ മനസ്സിലേക്ക് വരുള്ളൂ. സോ പാരാമീറ്റേഴ്സ് ഒക്കെ കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? ഇക്വേഷൻ എഴുതുന്നു, സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുന്നു. ഓക്കെ, മീഡിയൻ ഇസ് ഈക്വൽ ടു L plus n/2 minus CF divided by F into H. L എത്രയാണ്? 125 plus n/2 എത്രയാണ്? 34 ആണ്. 34 minus CF എത്രയാണ്? 22 division F എത്രയാണ്? 20 into H. H എത്രയാണ്? 20. 125 plus
ഈ 20 ക്യാൻസൽ ചെയ്ത് കളയുന്നു. 34 മൈനസ് 22 2 12 സോറി 12 34 മൈനസ് 22 എത്രയാണ് 12 ആണ്. 125 പ്ലസ് 12 137 ആണ്. സോ ദ മീഡിയൻ ഇസ് 137. മീഡിയൻ എത്രയാണ് കിട്ടി നമുക്ക് 137 ആണ് കിട്ടി. സിമ്പിൾ ആണ്, എളുപ്പമാണ്, തെറ്റിക്കരുത് കേട്ടോ. 137 യൂണിറ്റ്സ് ആണ് നമ്മളുടെ മീഡിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ ശരി, അപ്പോൾ ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കിടക്കാം. സോ ദിസ് ഈസ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതിലൊരു പ്രത്യേകതയുണ്ട്, മിസ്സിംഗ് ഫ്രീക്വൻസീസ് ഉണ്ട് എക്സും വൈയും. അപ്പോൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് മീഡിയനിൽ ചോദിക്കാൻ പ്രോബബിലിറ്റി കൂടുതലാണ്. ഇതേമാതിരി തന്നെ ഒരു വർക്ക്ഡ് ഔട്ട് എക്സാമ്പിൾ നിങ്ങളുടെ ടെക്സ്റ്റിൽ കിടക്കുന്നുണ്ട്. ഏതാ എക്സാമ്പിൾ എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചതിന് ശേഷം നിങ്ങൾ ഒരു എക്സാമ്പിൾ ക്വസ്റ്റ്യൻ ഇവിടെ ഉണ്ട്. മീഡിയൻ ഓഫ് ദ ഫോളോയിങ് ഡാറ്റ ഈസ് 525. ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ ഇഫ് ദ ടോട്ടൽ ഫ്രീക്വൻസി ഈസ് 100. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആസ് സച്ച് CBSE ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 525 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ വരുന്നത്. ഈ സെയിം ക്വസ്റ്റ്യൻ ഒരു വാല്യൂ പോലും അവർ വ്യത്യാസം വരുത്തിയിട്ടില്ല. സോ അപ്പോൾ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇതിപ്പോൾ ഞാൻ ഇവിടെ വർക്കൗട്ട് ചെയ്യാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെപ്സും കാര്യങ്ങളും നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റ് വരികയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ റെക്ടിഫൈ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അൺസോൾവ്ഡ് കാണിച്ചു തരാം. ഇതേ സെയിം പാറ്റേണിൽ നിങ്ങളിത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു എക്സാമ്പിൾ തന്നെ ചെയ്ത് നോക്കി നോക്കുക കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ടെക്സ്റ്റിൽ തന്നെ ഉണ്ടാവും. നിങ്ങളതൊന്ന് വെരിഫൈ ചെയ്താൽ മതി. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എൻ്റെ എക്സാമ്പിൾ 8 ആയിട്ടാണ് കിടക്കുന്നത്. നിങ്ങളുടെ ഏതാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ 525 എന്ന് പറഞ്ഞിട്ടുള്ള വാല്യൂ മിസ്സിംഗ് ഫ്രീക്വൻസി ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റാർ ഇട്ട് വെച്ചോളൂ, പഠിച്ചോളൂ. ഓക്കെ, സോ നമ്മൾ ഈ ഒരു ടേബിളിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ചെയ്യാണ്. അപ്പോൾ ഇതിൽ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഡാറ്റാസ് നമുക്ക് ആദ്യം വായിച്ച് നോക്കി നോക്കാം. ഇഫ് ദ മീഡിയൻ ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ ഇസ് ഗിവൺ ആസ് 28.5. സോ മീഡിയൻ നമുക്ക് തന്നിട്ടുണ്ട് 28.5 ആണെന്നുള്ളത്. ഓക്കെ, ഫൈൻഡ് ദ വാല്യൂസ് ഓഫ് എക്സ് ആൻഡ് വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഫ്രീക്വൻസിയുടെ കോളത്തിൽ ഏറ്റവും താഴെ ടോട്ടൽ ഫ്രീക്വൻസി 60 ആണെന്നും തന്നിട്ടുണ്ട്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത് കേട്ടോ. ഓക്കെ, സോ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി എഴുതുമ്പോൾ 5, നെക്സ്റ്റ് 5 പ്ലസ് എക്സ്, നെക്സ്റ്റ് 20 പ്ലസ് 5 25 പ്ലസ് എക്സ്. എക്സ് അങ്ങനെ തന്നെ റീറ്റെയിൻ ചെയ്യുക, ബാക്കിയുള്ള നമ്പേഴ്സ് മാത്രം ആഡ് ചെയ്താൽ മതി. നെക്സ്റ്റ് 25 പ്ലസ് 15 എത്രയാണ് 40. 40 പ്ലസ് എക്സ്, നെക്സ്റ്റ് ആഡ് ചെയ്യുന്നു 40 പ്ലസ് എക്സ് പ്ലസ് വൈ, നെക്സ്റ്റ് ആഡ് ചെയ്യുന്നു 45 പ്ലസ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ആക്ച്വലി ഈ ലാസ്റ്റ് ടേം ആണ് നമ്മളുടെ ഫ്രീക്വൻസിയുടെ ടോട്ടൽ അല്ലേ. അപ്പോൾ അതായത് 45 പ്ലസ് എക്സ് പ്ലസ് വൈ ആണ് ആക്ച്വലി നമുക്ക് എന്ത് കിട്ടേണ്ടത് 60 കിട്ടേണ്ടത് അല്ലേ. നമ്മൾ തൊട്ട് മുന്നത്തെ പ്രോബ്ലത്തിൽ നമ്മൾ പറഞ്ഞതാണ് ഇതിൽ ഏറ്റവും ലാസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ ഫ്രീക്വൻസി തന്നെയായിരിക്കും. സോ എക്സ് പ്ലസ് വൈ ഈസ് ഈക്വൽ ടു 60 മൈനസ് 45 ദാറ്റ് ഈസ് 15. ഇപ്പോൾ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്ത ഇക്വേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ മീഡിയൻ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട് 28.5 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് n/2 വെച്ചിട്ട് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇവിടെ CFന്റെ കോളത്തിൽ എക്സും വൈയും ഒക്കെ കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റില്ല. മീഡിയൻ 28.5 ആയതുകൊണ്ട് തന്നെ ഇത് ഏത് ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക? ഈ 20 to 30 എന്ന് പറഞ്ഞിട്ടുള്ള ക്ലാസ്സിൻ്റെ ഉള്ളിലായിരിക്കും കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസിൽ മീഡിയൻ തന്നതിന് വേണം നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് മീഡിയൻ ക്ലാസ് ഓപ്റ്റ് ചെയ്യാനായിട്ട്. സോ മീഡിയൻ ക്ലാസ് നമ്മൾ അപ്പോൾ തന്നെ റൗണ്ട് ഓഫ് ചെയ്ത് വെക്കാം. സോ മീഡിയൻ ക്ലാസ്സസ് 20 to 30. സോ L is 20 and H is 10 അല്ലേ. എല്ലാ വിട്ടും എന്താണ് 10 ആണ്. നെക്സ്റ്റ് നമുക്ക് എന്താണ് കിട്ടുന്നുണ്ടാവുക? CF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ക്യുമുലേറ്റീവ് ഫ്രീക്വൻസിയുടെ ഈ ഒരു മീഡിയം ക്ലാസ്സിൻ്റെ തൊട്ട് മുകളിലത്തെ കോളത്തിലെ ക്യുമുലേറ്റീവ് ഫ്രീക്വൻസി ദാറ്റ് ഈസ് 5 പ്ലസ് 6. നെക്സ്റ്റ് ഫ്രീക്വൻസി എന്താണ്? ഇറ്റ് ഈസ് 20. ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ആസ് 60. ദാറ്റ് ഈസ് സിഗ്മ Fi. സിഗ്മ Fi എത്രയാണ്? 60 ആണെന്ന് തന്നിട്ടുണ്ട്. സോ n 60. ഓക്കെ, അപ്പോൾ ഇത്രയും കിട്ടിയ സ്ഥിതിക്ക് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? സോൾവ് ചെയ്യാൻ പോവാണ് കേട്ടോ.
മീഡിയൻ ഇസ് ഈക്വൽ ടു L plus n/2 minus CF divided by F into H. മീഡിയൻ എത്രയാണ് 28.5 ആണ്. L എത്രയാണ് 20 പ്ലസ് 60/2 മൈനസ് CF രണ്ട് ടേം ഉള്ളത് കാരണം ബ്രാക്കറ്റ് ഇട്ടിട്ട് വേണം എഴുതാനായിട്ട്, അല്ലെങ്കിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ഡിവിഷൻ 20 ഇൻറ്റു H എത്രയാണ് 10 ആണ്. ഓക്കെ, ആദ്യം നമുക്ക് ഈ 20 ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 28.5 മൈനസ് 20 ഇറ്റ് ഈസ് 8.5 ഈക്വൽ ടു 60/2 30 മൈനസ് 5 മൈനസ് 6. 20-ലെ 10-ലെ സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ ഡിവിഷൻ ബൈ 2 എന്ന് വന്നു. or 8.5 ഇൻറ്റു 2. 8.5 ഇൻറ്റു 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 8 ഇൻറ്റു 2 16, 0.5 ഇൻറ്റു 2 1. സോ 16 പ്ലസ് 1 17 is equal to 30 minus 5, it is 25. 25 minus x എന്ന് വന്നു. ഓക്കെ, ഇത് ഇപ്പുറത്തെ സൈഡിലേക്ക് എടുത്തു കഴിഞ്ഞാൽ it is 17 minus 25 is equal to negative x, or negative 8 is equal to negative x, or x is equal to 8 എന്ന് കിട്ടി. സോ എക്സിൻ്റെ വാല്യൂ നമുക്ക് അപ്പോൾ തന്നെ കിട്ടി. ഒരു ഇക്വേഷൻ ഇവിടെ ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ആ ഇക്വേഷനിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇക്വേഷൻ 1 implies 8 പ്ലസ് എക്സിന് പകരം 8 ഇട്ട് കൊടുക്കുക. 8 പ്ലസ് y is equal to 15, or y is equal to 15 minus 8, that is equal to 7. നമുക്ക് എക്സിൻ്റെയും വൈൻ്റെയും വാല്യൂ എന്ത് ചെയ്തു? കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ ഈ ടൈപ്പ് പ്രോബ്ലംസ് ഇമ്പോർട്ടൻ്റ് ആണ്. മിസ്സിങ് വാല്യൂസ് ഉള്ള ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മീഡിയൻ്റെ സെക്ഷനിൽ പ്രത്യേകിച്ചും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ അടുത്ത രണ്ട് ക്വസ്റ്റ്യൻസും കൂടെ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മീഡിയനിൽ ഒരുവിധം വരുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ, താങ്ക് യു.